പല ആൾക്കാരെ കുറിച്ചും പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ലേ, അയാൾക്ക് ഭയങ്കര സംശയമാണ്, എന്തിനോടും സംശയം, എല്ലാവരെയും സംശയമാണ്. ഈ സംശയം എന്ന് പറയുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണോ? അഥവാ ഇതിനെ പാരനോയ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഈ പാരനോയ എപ്പോഴാണ് ഒരു സീരിയസ് ലെവലിലെത്തി ഒരാളുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറായി മാറുന്നത്? ആൻഡ് ഈ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ സിംറ്റംസ് എന്താണ്? ആൻഡ് ഈ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, അവരുടെ കൂടെ ജീവിക്കുന്നവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്കിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. കൃത്യമായിട്ടുള്ള കാരണങ്ങളോ ഒരു അടിസ്ഥാനമോ ഒന്നുമില്ലാതെ ആൾക്കാരെ സംശയിക്കുക, അഥവാ എല്ലാത്തിനോടും ഒരു സംശയത്തോട് മാത്രം നോക്കിക്കാണുക, ഇതിനെയാണ് പാരനോയ എന്ന് പറയാൻ പറ്റുക. നമുക്കിപ്പോൾ ഒരു ഇൻസ്റ്റൻസ് നോക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ രാത്രി ലേറ്റായി ആൻഡ് നിങ്ങൾ റോഡിൽ കൂടെ നടന്നു പോവുകയാണ്, നിങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് നിങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ബാക്കിൽ കൂടെ ഫുട് സ്റ്റെപ്സിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലൊരു തോട്ട് വരികയാണ്, അയ്യോ ആരെങ്കിലും എന്നെ ഫോളോ ചെയ്യുകയാണോ എന്ന് തോന്നിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. അപ്പം നിങ്ങൾക്ക് കാണാം അത് വേറൊരു പെഡസ്ട്രിയനാണ്, നടന്ന അയാളുടെ വഴിക്ക് അയാളങ്ങ് പോവുകയാണ്. ഇത് ഒരു നോർമൽ ലെവൽ ഓഫ് പാരനോയയാണ്. ഇവിടെ ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, നിങ്ങളെ പകരം കോഷ്യസ് ആക്കുകയാണ് സിറ്റുവേഷനോട് കോപ്പ് ചെയ്യാനായിട്ട്. അതേ സമയത്ത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഇപ്പം നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് തോന്നുകയാണ് എല്ലാവരും എൻ്റെ അഗേൻസ്റ്റ് പ്ലോട്ട് ചെയ്യുകയാണ്, എൻ്റെ പാർട്ട്ണർ എന്നെ ചതിക്കുകയാണ് എന്നതിനൊക്കെ ഒരു റീസണുമില്ലാതെ നിങ്ങൾക്ക് ഇങ്ങനത്തെ തോന്നലൊക്കെ വരികയാണ്. ഈ സ്ഥലത്ത് എന്താണ്, ഇതൊരു കോഷ്യസ് അല്ലെങ്കിൽ നല്ലൊരു ഇൻസ്റ്റിങ്ക്റ്റിന് പകരം ഇത് നിങ്ങളെ ഹാം ചെയ്യുന്നതും നിങ്ങളുടെ റിലേഷൻഷിപ്സിനെയും ഹാം ചെയ്യുന്ന രീതിയിലേക്ക് ഇത് എത്തിച്ചേരുകയാണ്. ആ ഒരു പോയിന്റിൽ ഈ പാരനോയ ഹാംഫുള്ളായി മാറുകയാണ്. ഇപ്പോൾ ഈ പാരനോയ ഒരു നോർമലായിട്ട് ചില സിറ്റുവേഷൻസിൽ ഇങ്ങനെ തോന്നുക, അതിൽ നിന്നും മാറി കോൺസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് ഇറാഷണലായിട്ടും നിങ്ങളുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെയും ഇൻട്രാക്ഷൻസിനെയും ഒക്കെ ബാധിക്കുന്ന രീതിയിൽ ഇത് മാറുമ്പോഴാണ് ഇത് വലിയൊരു പ്രശ്നമായി നമ്മളുടെ ലൈഫിൽ മാറുന്നത്. ഇപ്പോൾ ഒരാൾ പുറത്ത് പോയിരിക്കുകയായിരുന്നു ആൻഡ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് വീട്ടിൻ്റെ ഗേറ്റ് തുറന്നു കിടക്കുകയാണ് ആൻഡ് വീട്ടിൻ്റെ മുറ്റത്ത് ഒരാൾ നിൽക്കുന്നു. അയാളുടെ അടുത്ത് എന്തെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ സെയിൽസിനായിട്ട് വന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അയാളങ്ങ് പോയി. ആ സമയത്ത് ഈ വീട്ടിൻ്റെ ഓണറിന് തോന്നുകയാണ്, ഇനി ഇയാൾ ആക്ച്വലി സെയിൽസിന് വന്ന ആളാണോ, ഇയാൾക്കിനി വേറെ ഉദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, മോഷണത്തിന് വല്ലതും വന്നതായിരുന്നോ എന്ന രീതിയിലൊരു ഡൗട്ട് തോന്നി. CCTV ക്യാമറാസൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. അങ്ങനത്തെ രീതിയിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി കോഷ്യസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ആൻഡ് CCTV ഫുട്ടേജസൊക്കെ പിന്നീട് ഉള്ളതൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഒരു രീതിയിലും സയൻസ് അതിനായിട്ടുള്ളതൊന്നും കാണാത്തപ്പോൾ ഇയാൾക്ക് തന്നെ ഒരു റീഅഷ്വറൻസ് കിട്ടി, ഒരു കുഴപ്പവും ഇല്ല എന്ന് തോന്നി. അപ്പോൾ ഇവിടെ ഒരു സംശയം ജനറേറ്റ് ചെയ്യപ്പെട്ടു, ഒരു പാരനോയ വന്നു. പക്ഷെ അതേ സമയത്ത് എവിഡൻസ് കിട്ടിയപ്പോഴത്തേക്കും ഓക്കെ കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഇത് ബേസിക്കലി കോഷ്യസ് ആവാനും സ്വന്തം സേഫ്റ്റി ഉറപ്പ് വരുത്താൻ വേണ്ടി വന്നൊരു സംശയമായിരുന്നു. അത് ജസ്റ്റിഫയബിൾ ആൻഡ് ഹാംലെസ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിങ്ക്റ്റാണ്. അതേ സമയത്ത് ഇത് കുറച്ചും കൂടെ മുന്നോട്ടേക്കുള്ളൊരു സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഇങ്ങനെ CCTV ഫുട്ടേജസൊക്കെ നോക്കിയിട്ടും ഒരു രീതിയിലെ സയൻസ് ഒന്നും കണ്ടില്ല, എന്നിട്ട് പോലും അയാൾ പുറത്ത് പിന്നെയും എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇപ്പോഴാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ എന്ന രീതിയിൽ തോന്നുക. ഇതിപ്പോൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടന്നു. കാരണമില്ലാതെ വേറെ സ്ഥലത്ത് ഇരിക്കുമ്പോഴും അങ്ങനെ ഒരു തോന്നൽ വരിക. അതേ സമയത്ത് ഇത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ എന്താണാവുക, അയാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, വീട്ടിൽ ഫുൾ ഫിലിംസ് ഒട്ടിച്ചു, ഈ CCTVയിൽ ഒരു എവിഡൻസ് കിട്ടിയില്ലെങ്കിൽ പോലും അയാൾ ഭയങ്കര അധികം സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യാണ്, എന്നെ ആരോ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ വീട്ടിലേക്ക് കയറാൻ ആരോ ശ്രമിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ മോഷണശ്രമം എന്തായാലും നടക്കും എന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ, ഈ പാരനോയ മുന്നോട്ടേക്ക് കടക്കുകയാണ്. അതപ്പോൾ അത്രയും ഹാംഫുൾ ലെവലിലേക്ക് കാര്യങ്ങൾ എത്തി. ഇത് അയാളുടെ ഉറക്കത്തിനെ ബാധിക്കുന്നു, അയാൾക്ക് പുറത്ത് പോകാൻ പേടിയാവാണ്, വർക്കിന് പോകാൻ പേടിയാവാണ്, അയാളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നു. അങ്ങനെ ഹോൾ ഡെയിലി ലൈഫിനെയും ഫങ്ഷനിങ്ങിനെയും അത് ബാധിക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തി. താനെന്തിനാ എൻ്റെ വീട്ടിൽ കയറിയത്? ഞാനില്ലാത്ത സമയം നോക്കി താനെന്തിനാ എൻ്റെ വീട്ടിൽ കയറിയതെന്നാ ചോദിച്ചത്. വിറക് കെട്ടാൻ ഒരു കയറ് ചോദിച്ച് കയറിയതാ. അപ്പൊ വിറക് ഇതുവരെ കെട്ടാതെയാണോ കൊണ്ടുവന്നത്? അത് പൊട്ടിപ്പോയതാണ്.
എന്റെ വീടിന്റെ ഗേറ്റിൽ വെച്ച് തന്നെ കറക്റ്റായിട്ട് കയറ് പൊട്ടിയല്ലേ? ഇങ്ങനെ വളരെയധികം ഇൻറ്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ പാരനോയ മാറിയാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇത് ജസ്റ്റ് ഒരു ഇൻസിഡൻറ്റോ ഒരു സിറ്റുവേഷനിലോ അല്ല അവർക്ക് അങ്ങനെ തോന്നുക. അവരുടെ ലൈഫിൻ്റെ എല്ലാ സിറ്റുവേഷൻസിലും എല്ലാ ഡൊമെയിൻസിലും അവർക്ക് ഈ തോന്നലുണ്ടാവും. ഇനി നമുക്ക് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ പ്രധാനപ്പെട്ട സൈൻസ് നോക്കുക. അതിൽ ആദ്യത്തെ സൈനാണ് അവർ വിശ്വസിക്കുക എല്ലാവരും അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അവരെ ചതിക്കും അല്ലെങ്കിൽ അവരെ ഹാം ചെയ്യും എന്നത്. ഉദാഹരണത്തിന് ഒരാൾക്കൊരു പുതിയ ജോലി കിട്ടി ആൻഡ് ജോലീൻ്റെ ഭാഗമായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യണം. ആ സമയത്ത് ഇയാൾക്ക് തോന്നുകയാണ് എൻ്റെ ബോസ് എന്നെ ചീറ്റ് ചെയ്യും, എന്നെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എന്നെ ദ്രോഹിക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. ആ ഒരു പേടി കാരണം അയാൾക്ക് ഈ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അടുത്തൊരു സൈനാണ് ഫ്രണ്ട്സിൻ്റെയും ഫാമിലീൻ്റെയും ലോയൽറ്റീനെ ഡൗട്ട് ചെയ്യുക എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആ പേഴ്സണിന് എപ്പോഴും ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ലോയലാണോ എന്നതിനെ കുറിച്ചൊരു ഡൗട്ടുണ്ട്. അത് കാരണം ആ പേഴ്സൺ എപ്പോഴും ഫേക്ക് സിനാരിയോസ് ഇങ്ങനെ ഉണ്ടാക്കും. ലൈക്ക് എനിക്ക് വയ്യ എന്ന് പറയുക ഫ്രണ്ട്സിനെ വിളിച്ചിട്ട്, അപ്പോൾ ഫ്രണ്ട്സ് വരുന്നുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ എൻ്റെ വാലറ്റ് കളഞ്ഞു പോയി അപ്പം ആ വാലറ്റ് തേടാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ. അങ്ങനെ എപ്പോഴും ഈ ലോയൽറ്റി ചെക്കിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് അവർ പാസ് ചെയ്യുന്നുണ്ടോ, അവർ ലോയലാണോ അല്ലേന്ന് എപ്പോഴും ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു സൈനായിരിക്കാം സ്വന്തം പേഴ്സണൽ ഇൻഫർമേഷൻസ് ആയാലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയാലും അത് വേറൊരാളുടെ അടുത്ത് ഷെയർ ചെയ്യുക. അത് അവർക്ക് പറ്റില്ല. ലൈക്ക് അവർക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും, റിലക്റ്റൻസ് ഉണ്ടാവും. നമുക്കൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടി, പക്ഷേ ആ പ്രൊമോഷൻ കിട്ടിയ കാര്യം സ്വന്തം പാർട്ട്ണറിൻ്റെ അടുത്ത് പോലും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അയാൾക്ക് തോന്നുകയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാർട്ട്ണർ സീക്രറ്റ്ലി എൻ്റെ അടുത്ത് അസൂയപ്പെടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വാരസ്യം ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും എന്ന രീതിയിൽ. ഇങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും പറയാനായിട്ടുള്ള ഒരു റിലക്റ്റൻസ് അവരുടെ ഉള്ളിലുള്ളതിന് ഒരു ബേസ് എന്ന് പറയുന്നത് ചിലപ്പം അവർ ഈ ഇൻഫർമേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ആ ഇൻഫർമേഷനെ അയാളുടെ അഗെയിൻസ്റ്റ് യൂസ് ചെയ്യുമോ എന്നൊരു തോട്ടും ആവാം. അടുത്തൊരു സൈനായിരിക്കാം ഒരാൾ വന്നിട്ട് ഈ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുടെ അടുത്ത് വന്നൊരു കാഷ്വൽ ആയിട്ടുള്ളൊരു റിമാർക്ക് പറയാനും ഒരു നോർമൽ ഒരു ജോക്ക് പോലെ ഒരു കാര്യം പറയുകയാണ്. അതിനെ അവർ പേഴ്സണൽ അറ്റാക്കായിട്ടോ പേഴ്സണൽ ഇൻസൾട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ത്രെട്ടായിട്ടോ ഒക്കെ അവർ ഇൻറ്റർപ്രറ്റ് ചെയ്തെടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരാൾ വന്ന് ഇങ്ങനെ ഒരു കമൻറ്റ് പാസ് ചെയ്ത് ഒരു നോർമൽ ഒരു ജോക്കായിരിക്കാം, പക്ഷേ എന്നെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ആ പേഴ്സണുമായിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ബന്ധം തന്നെ അവിടെ കട്ട് ചെയ്യുകയാണ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരാൾ സ്വന്തം ബാഗുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പരിചയമുള്ള ഒരാൾ വന്നിട്ട് പറയുകയാണ്, ആ ചേട്ടാ ബാഗൊക്കെ ആയിട്ടാണല്ലോ, ബാഗ് നിറയെ പണമായിരിക്കും എന്നങ്ങ് കാഷ്വലി വെറുതെ അങ്ങ് പറഞ്ഞു. പക്ഷേ ഈ പേഴ്സണ് തോന്നുകയാണ് എൻ്റെ ബാഗ് തട്ടിപ്പറിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത് എന്ന രീതിയിൽ ചിന്തിച്ച് ഇയാളുമായിട്ട് പിന്നെ കംപ്ലീറ്റ് ബന്ധം തന്നെ അവിടെ കട്ട് ചെയ്യും. പിന്നെ എന്ത് ചെയ്താലും ഈ പേഴ്സൻ്റെ മുഖത്തേക്ക് നോക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് പോവുകയും ചെയ്യും. പിന്നെ എപ്പോൾ കണ്ടാൽ പോലും സംസാരിക്കില്ല. അടുത്തൊരു സൈനായിരിക്കാം ഗ്രഡ്ജസ് ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത്. അഥവാ ഒരു വൈരാഗ്യ ബുദ്ധിയോടെയോ അല്ലെങ്കിൽ ഒരു ദേഷ്യം ഒരാളുടെ അടുത്ത് വർഷങ്ങളോളം ഇങ്ങനെ കൊണ്ട് നടക്കുക. ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു റിലേറ്റീവായിട്ട് ഒരു മൈനർ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു ഡിസഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ എടുക്കുകയാണ് അതിനെ എന്നെ ഇൻറ്റൻഷനലി ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്ന പേരിൽ ഈ റിലേറ്റീവിൻ്റെ അടുത്ത് വർഷങ്ങളോളം സംസാരിക്കാതെ ഇരിക്കുക ആൻഡ് കണ്ടു കഴിഞ്ഞാൽ പോലും മുഖം തിരിച്ചു പോവുക, അങ്ങനത്തെ രീതിയിൽ സ്വഭാവം കാണിക്കുക. ഇതിന് നമ്മളിപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആ പേഴ്സൻ്റെ ഒരു റിലേറ്റീവിൻ്റെ മകളുടെയോ മകൻ്റെയോ കല്യാണമായിരുന്നു ആൻഡ് ഇവർക്ക് ഷർട്ട് എടുത്തു കൊടുക്കാൻ മറന്നുപോയി എന്ന പേരിൽ ആ കല്യാണത്തിന് പോവാതിരിക്കുക, ആ കുടുംബമായിട്ട് ബന്ധം കട്ട് ഓഫ് ചെയ്യുക, എവിടെ പോയാലും ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ മുഖത്തേക്ക് പോലും നോക്കാതിരിക്കുക. അവർ ചിലപ്പം കുറേ തിരക്കുകളുടെ ഇടയിൽ മറന്നു പോയതായിരിക്കാം, പക്ഷേ ഈ പേഴ്സൺ അതിനെ പേഴ്സണലി എടുക്കുക, എന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വമാണ് എനിക്ക് ഷർട്ട് തരാത്തത് എന്ന രീതിയിലാണ്. അടുത്ത സൈനായിരിക്കാം ഒരു എവിഡൻസ് ഇല്ലാതെയും പേഴ്സണലി ഇയാൾക്ക് ഫീൽ ചെയ്യുകയാണ്
എല്ലാവരും കൂടെ എന്നെ അറ്റാക്ക് ചെയ്യാണ്, എന്നെ കളിയാക്കുകയാണ്, എന്നെ മോശമായിട്ട് പറയുകയാണ് എന്ന രീതിയിൽ. ഫോർ എക്സാമ്പിൾ, ഒരു ഓഫീസ് ആൻഡ് ആ ഓഫീസിലിരുന്ന് ഇയാളുടെ വർക്ക് ചെയ്യാണ്. ആ സമയത്ത് കോവർക്കേഴ്സൊക്കെ ഇരുന്ന് സംസാരിക്കുന്നു, ചിരിക്കുന്നു. അവരുടെ ചിരിയൊക്കെ ഇങ്ങനെ കേൾക്കുമ്പം ഈ പേഴ്സണിന് ഫീൽ ചെയ്യാം എന്നെക്കുറിച്ച് സംസാരിച്ചാണ് ഇവരൊക്കെ ചിരിക്കുന്നത്, എന്നെ കളിയാക്കിയാണ് ചിരിക്കുന്നത്. അവരുടെ ടോപ്പിക് ഓഫ് കോൺവെർസേഷൻ കംപ്ലീറ്റ്ലി വേറെ ആയിരിക്കും. പക്ഷേ ഈ പേഴ്സണിന് തോന്നുക, എവിഡൻസ് ഒന്നുമില്ലെങ്കിൽ പോലും തോന്നുക എന്നെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നതും ചിരിക്കുന്നതും എന്നെയാണ് കളിയാക്കുന്നത് എന്നതാണ്. അടുത്ത ഒരു സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾ ജനറലി സംശയരോഗം എന്ന് എടുക്കുമ്പോൾ വളരെയധികം കോമൺ ആയിട്ട് എല്ലാവരുടെ മനസ്സിലും വരുന്ന ഒരു സൈനാണ് പാർട്ട്ണറിനെ സംശയിക്കുക അല്ലെങ്കിൽ അവരെ വിശ്വാസമില്ലാതെ ഇരിക്കുക എന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ലേഡി, ആ ലേഡിക്ക് തോന്നുകയാണ് അവരുടെ പാർട്ട്ണർ ചതിക്കുകയാണ് എന്ന് തോന്നി. ലൈക്ക് കോൺസ്റ്റൻ്റ്ലി ഫോൺ ചെക്ക് ചെയ്യും, വേറെ ആരോ ആയിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് തോന്നിയിട്ട് ഫോൺ ചെക്ക് ചെയ്യുക, ഫുൾ ടൈം മോണിറ്റർ ചെയ്യുക, ആരടുത്ത് സംസാരിച്ചാലും സ്പീക്കറിൽ ഫോൺ ഇടണം, അങ്ങനത്തെ എല്ലാ രീതിയിലും മോണിറ്ററിങ് ചെയ്തിട്ടും ഒരു രീതിയിലും എവിഡൻസും കിട്ടിയിട്ടില്ല. പക്ഷേ എന്നാൽ പോലും അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യാണ് ദാറ്റ് എൻ്റെ ഹസ്ബൻഡ് എന്നെ ചീറ്റ് ചെയ്യുന്നു എന്നത്. ഇതിപ്പം കൂടി ചിലപ്പോൾ ചില ആൾക്കാർക്ക് തോന്നിയേക്കാം അവരുടെ വീട്ടിൽ ഡെയിലി പാല് കൊടുക്കാനായാൽ വരുന്ന ആളാവട്ടെ, പത്രം ഇടാൻ വരുന്നതാവട്ടെ, മീൻ വിൽക്കാൻ വരുന്നവരാവട്ടെ, എന്തിന് വരുന്നവരായാലും അവർ വരുന്നതിന് ഉദ്ദേശം എൻ്റെ പാർട്ട്ണറിനെ കാണാനും എൻ്റെ പാർട്ട്ണറുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണെന്ന് ചിന്തിച്ചു കൂട്ടും. ഞാൻ കൂടെ വരാം. നമ്മൾ ഈ സയൻസിനെ കുറിച്ചൊക്കെ കേട്ടു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നാച്ചുറലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇങ്ങനൊരു പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ ഒരു പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുടെ ഒരു പാർട്ട്ണറായിട്ട് റിലേഷൻഷിപ്പിൽ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഡെയിലി ലിവിങ്ങിനെ അത് വളരെയധികം ബാധിക്കും. കാരണം അവർക്ക് ഡെയിലി ബേസിസിൽ കേൾക്കേണ്ടി വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കള്ളം പറയുകയാണ്, നിങ്ങൾ ചീറ്റ് ചെയ്യുകയാണ്, വേറെ ആരുടെയൊക്കെയോ സംസാരിക്കുകയാണ്, എന്നെ വിട്ടിട്ട് പോവും, എൻ്റെ അഗൈൻസ്റ്റ് പ്ലോട്ട് ചെയ്യാണ്, എന്നെ ചതിക്കാനും എന്നെ വഞ്ചിക്കാനും വേണ്ടി മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുക എന്ന രീതിയിൽ പേഴ്സണൽ അറ്റാക്സ് എപ്പോഴും എല്ലാ സമയത്തും എല്ലാ സിറ്റുവേഷൻസിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. ആൻഡ് ആ സമയത്ത് ഈ പേഴ്സണിന് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്ന ആ ഒരു പാർട്ട്ണർക്ക് എന്താണ് തോന്നുക, ഇമോഷണലി എക്സോസ്റ്റഡും ഡ്രെയിൻഡുമായിട്ട് തോന്നും. ആൻഡ് എല്ലാത്തിനും ഇങ്ങനെയല്ല ഞാൻ ചെയ്തത്, ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ കള്ളമല്ല പറയുന്നത് എന്നതൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ്ലി കൺവിൻസ് ചെയ്യേണ്ടി വരിക, അത് വളരെയധികം ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവർക്ക് ലാസ്റ്റിൽ ഫീൽ ചെയ്യുക ലൈക്ക് വളരെയധികം ഹെൽപ്ലെസ്സും ഇമോഷണലി കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആയുള്ളൊരു ഫീലിങ്ങും ഇങ്ങനെ ആയി അവരുടെ റിലേഷൻഷിപ്പ് വളരെയധികം സ്ട്രെയിൻഡും, അവരുടെ റിലേഷൻഷിപ്പിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഡെയിലി ബേസിസിൽ റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായി മാറുകയാണ്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ കുറേ എക്സാമ്പിൾസ് ആയാലും സയൻസ് ആയാലും ഇതൊക്കെ കേൾക്കുമ്പം ഇപ്പോൾ സപ്പോസ് ഒരു പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളാണിത് കേൾക്കുന്നതെങ്കിൽ അവർക്ക് തോന്നിയേക്കാം എന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതൊക്കെ പറയുന്നതെന്ന്. പക്ഷെ ഞാനങ്ങനെ ആരെയും പേഴ്സണലി അറ്റാക്ക് ചെയ്യാനോ അങ്ങനെ ഒന്നും വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. ഞാനിത് പറയുന്നത് കൂടുതൽ ആൾക്കാരിലേക്ക് അവെയർനെസ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക. ലൈക്ക് ഇങ്ങനെയൊക്കെ ഒരാൾ പെരുമാറുന്നെങ്കിൽ അയാൾ ഡെലിബറേറ്റ്ലി അങ്ങനെ ചെയ്യുന്നതല്ല, അത് അയാളുടെ അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ പാർട്ട്ണർക്ക് ഈ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന് പ്രശ്നമുണ്ട്, കോവർക്കറിന് പ്രശ്നമുണ്ട്, ആൻഡ് അത് കാരണം നിങ്ങളുടെ ഡെയിലി ലിവിങ്ങിനെയും ഫങ്ഷനിങ്ങിനെയും ഇമോഷണൽ വെൽബീയിങ്ങിനെയും ഒക്കെ ബാധിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഹെൽപ്പ് സീക്ക് ചെയ്യുക. ഒരു തെറപ്പിസ്റ്റിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി റീക്ലെയിം ചെയ്തെടുക്കാനും നിങ്ങളുടെ വെൽബീയിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എങ്ങനെ മുന്നോട്ടേക്ക് പോവാൻ പറ്റും എന്നതൊരു തെറപ്പിസ്റ്റിന് ഗൈഡൻസ് സപ്പോർട്ട് നിങ്ങളെ ചെയ്യാൻ പറ്റും. ആൻഡ് ഇഫ് നിങ്ങൾക്ക് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് നിങ്ങൾക്ക് പേഴ്സണലി ഫീൽ ചെയ്യുകയാണ്, ആൻഡ് നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് കാരണം എൻ്റെ ഡെയിലി ഫങ്ഷനിങ്ങിനെ അത് ബാധിക്കുന്നു, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ റിലേഷൻഷിപ്പിനെ അത് വളരെയധികം മോശമായിട്ട് ബാധിക്കുന്നു എന്നൊക്കെ തോന്നി
ഡിസൈഡ് ചെയ്യാണ് എനിക്ക് ഹെൽപ്പ് സീക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോവാം. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും സപ്പോർട്ടും അവർ നൽകും. ആൻഡ് ഈ കണ്ടീഷനെ ബെറ്ററായിട്ട് മാനേജ് ചെയ്ത് നിങ്ങളെ കൂടുതൽ നന്നായിട്ട് ഹെൽത്തി കോപ്പിംഗ് മെക്കാനിസംസ് ഒക്കെ നിങ്ങളെ പഠിപ്പിച്ച്, നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിച്ച്, നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ വെൽബീയിങ്ങിനെ ബെറ്റർ ആക്കാൻ സഹായിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ താങ്ക് യു വൺസ് അഗൈൻ ഫോർ വാച്ചിങ്. ബൈ ബൈ, ടേക്ക് കെയർ.